അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് 'ദ ലവ് ബിയോണ്ട് ദി ഗ്രേവ്' എന്നൊരു ചൈനീസ് ഡ്രാമയാണ്. ഈ ഡ്രാമ ഇറങ്ങിയ സമയത്ത് എനിക്കിതിനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ അവസാനം ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നാൽ ഈ ഡ്രാമ തന്നെ ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? പണ്ട് ഈ മരിച്ചവരുടെ ആത്മാക്കളൊക്കെ നേരെ പോയിരുന്നത് കടലിനടിയിലൊരു മരത്തിനടിയിലേക്കായിരുന്നു. ആ മരത്തിൻ്റെ അടിയിൽ ഈ മരിച്ചുപോയവരുടെയൊക്കെ ആഗ്രഹങ്ങളില്ലേ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ആത്മാക്കൾ അവരെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് ആഗ്രഹങ്ങൾ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആളായിരിക്കും നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നതാണ് നമ്മുടെ കഥയിലെ നായിക. അവളുടെ പേരാണ് സീമു. അവൾക്ക് മറ്റുള്ളവരിൽ നിന്നൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നല്ലേ? ബാക്കിയുള്ളവരെല്ലാം മരിച്ചതിന് ശേഷമാണ് ആത്മാവായത്. എന്നാലോ നമ്മുടെ സീമു മാത്രം ജനിച്ചപ്പോൾ തന്നെ ആത്മാവായിരുന്നു. അവളാണെങ്കിലോ 400 വർഷമായി ജീവിക്കുന്നുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ നാട്ടിലൊക്കെ ഇങ്ങനെ വന്ന് അവിടെയുള്ള ആളുകളുടെ സന്തോഷ സങ്കടമൊക്കെ നോക്കിയിട്ട് ഇവർക്ക് എവിടെ നിന്നാ ഇങ്ങനൊരു ഫീലിങ്സ് ഒക്കെ വരുന്നതെന്ന് ചിന്തിക്കലാണ് പുള്ളിക്കാരത്തിയുടെ ഹോബി. ഇത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ റാണിയാണെങ്കിലും അവൾക്കുമുണ്ട് കുറച്ചൊക്കെ കുറവുകൾ. അതെന്താണെന്നല്ലേ? അവൾക്ക് കുറച്ച് സെൻസുകളില്ല. ഭക്ഷണം കാണുമ്പോൾ അതൊന്ന് രുചിച്ച് നോക്കാനോ നിറങ്ങൾ അറിയാനോ ചൂടോ തണുപ്പോ അങ്ങനെയുള്ളതൊന്നും അവൾക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ സീമുവിന് ഇനി ഇതൊക്കെ കിട്ടണമെങ്കിലോ ഡെലിവറൻസ് എന്നൊരു വാളുണ്ടെന്നും അത് അതിൻ്റെ മാസ്റ്ററെ കണ്ടെത്തിക്കൊണ്ട് വന്ന് ഒന്ന് സഹായിച്ചാൽ മാത്രമേ സീമുവിന് ഇനി ഇതൊക്കെ കിട്ടുള്ളൂ എന്നാണ് പണ്ടൊരു സന്യാസി പറഞ്ഞത്. പക്ഷെ 300 വർഷമായിട്ട് ആ വാൾ ആരും തിരഞ്ഞെടുത്തിട്ടുമില്ല. സീമു ആണെങ്കിൽ ഇപ്പം അത് മറന്നുപോയ പോലെയാണ്. ഇപ്പൊ പോലെ ഏതൊരു യുദ്ധം നടന്ന സ്ഥലത്ത് വന്നിട്ട് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ വലിച്ചെടുത്ത് ശക്തി കൂട്ടാൻ വന്നതാണ് സീമു. അങ്ങനെ അവൾ ഓരോന്നും നോക്കി മുന്നോട്ട് നടക്കുമ്പോഴായിരുന്നു ആരോ അവളുടെ കാലിൽ പെട്ടെന്ന് പിടിച്ചത്. ഈ മകൻ അതിനടിയിലുണ്ട്. അവനൊരു കൊച്ചുകുട്ടിയാണ്. അവനെ രക്ഷിക്കണേ എന്നൊക്കെ അയാൾ വിഷമത്തോടെ പറയുന്നു. സീമു ആണെങ്കിലോ ഞാൻ അവരെ രക്ഷിക്കാം, പക്ഷേ പകരം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് തരണമെന്ന് പറയുന്നു. അയാൾക്ക് മകൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അയാൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സീമു അയാളുടെ ആഗ്രഹങ്ങളെല്ലാം വലിച്ചെടുക്കുന്നു. അയാൾ അപ്പോൾ തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ലിയാങ് ആർമി വരുന്നുണ്ടെന്നും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും കൊന്നു കളയുമെന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഒരു വലിയ സേന തന്നെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അതിലെ സേനാധിപനാണ് നമ്മുടെ കഥയിലെ നായകൻ ദുവാൻഷു. അവനെ കണ്ടതും ബാക്കി ജീവനോടെയുള്ള ആൾക്കാരൊക്കെ ഓടി വന്ന് ഞങ്ങൾ രക്ഷിക്കണേ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ സീമുവും അവരോടൊപ്പം തന്നെ വന്നു നിന്നു. എന്നാൽ സീമു നോക്കിയത് അവൻ്റെ കയ്യിലുള്ള വാളായിരുന്നു. സീമുവിന് ശാപമോക്ഷം കൊടുക്കാനുള്ള ഡെലിവറൻസ് വാളായിരുന്നു അത്. അത് കണ്ടതും സീമു അവരോടൊപ്പം കൂടിയിട്ട് "അതിബ ഇപ്പോഴാണ് നിങ്ങൾ വന്നത്. ഞങ്ങൾ ഇത്ര നേരമായി കാത്തിരിക്കുന്നു. ഞങ്ങളെയൊക്കെ ഇവർ ചെയ്തത് കണ്ടോ" എന്നൊക്കെ പറഞ്ഞ് നല്ല അഭിനയമാണ്. അവളങ്ങനെ ഓരോന്നും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ വാളിലേക്ക് മെല്ലെ തൊടാൻ നിൽക്കും. അവനാണെങ്കിലോ അവളുടെ കയ്യിലെ രക്തം ശ്രദ്ധിച്ചിട്ട് ആ ഒരു കർച്ചീഫ് എടുത്തു കൊടുക്കും. അവൻ വെറുമൊരു സാധാരണ മനുഷ്യനാണല്ലോ. ഇവൻ്റെ കയ്യിൽ സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇവന് ഈ വാള് കിട്ടിയതെന്ന് അവൾ ആലോചിക്കും. അതേ സമയം തന്നെ അവളുണ്ടായിരുന്ന ബോഡി വീക്കാവുകയും അവിടെ ഒരു കുട്ടിയുണ്ട് അവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. എന്നാൽ അവളുടെ ആത്മാവ് നേരെ പുറത്തേക്ക് വന്നിട്ട് അവളുടെ കോളിലിരുന്ന് അവിടെയുള്ള കാഴ്ചയൊക്കെ കണ്ട് രസിക്കുകയാണ്. ഇവൻ വെറുമൊരു സാധാരണ മനുഷ്യനാണല്ലോ. ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇവനെങ്ങനെയാണ് ഈ വാള് കിട്ടിയത്? അതോ ഇനി വെറുതെ കയ്യിൽ വെച്ച് നടക്കുകയാണോ എന്നൊക്കെ അവൾ ആലോചിക്കുന്നുമുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് ദുവാൻഷുവിൻ്റെ 2 അസിസ്റ്റൻസ് വരുന്നത്. ഇവിടെ വലിയൊരു യുദ്ധമാണ് നടന്നത്. ചിലപ്പോൾ ഇനിയും അവർ വരാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നു. ദുവാൻഷു ആണെങ്കിലോ നാളത്തെ വെതർ എങ്ങനെയാണ്, വെയിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് എന്ന് അവരും പറയുന്നു. ഇവന് വെയിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് സീമു വിചാരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നേരത്തെ രക്ഷിച്ച ആ ചെറിയ കുട്ടി എഴുന്നേൽക്കുന്നതും അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നതും. സീമു ആണെങ്കിലോ നേരത്തെ ബോധം കെട്ട് വീണ ആ ബോഡിയിലേക്ക് തന്നെ കയറി ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. "ഒന്നു മിണ്ടാതിരിക്കെടാ" എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ കുട്ടി "അച്ഛാ അച്ഛാ" എന്ന് വീണ്ടും വിളിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിക്കുന്നു. "വർഷങ്ങൾ ജീവിച്ചിട്ട് ആദ്യമായാണ് എൻ്റെ കയ്യിൽ ഒരാൾ പിടിക്കുന്നതെന്ന്" പറഞ്ഞ് അവൾ അവൻ്റെ നെറ്റിയിലൊരു തട്ട് കൊടുക്കുന്നു. അപ്പോൾ തന്നെ അവൻ സുഖമായി ഉറങ്ങുകയും ചെയ്യുന്നു. സീമു നേരെ റൂമിലേക്ക് ചെന്നിട്ട് അവളുടെ അസിസ്റ്റൻ്റായ ഫെങ്കിയെ വിളിക്കുന്നു. എത്രയോ വർഷങ്ങളായി സീമു അവനെ വിളിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അതിശയത്തിലാണ് അവൻ അങ്ങോട്ട് വന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചത്. അപ്പോൾ സീമു ആണെങ്കിലോ അവനോട് ഡെലിവറൻസ് വാള് എങ്ങനെയാണ് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ അന്വേഷിച്ചിട്ട് വരാൻ പറയുന്നു. ഡെലിവറൻസ് വാള് പിന്നെയും വന്നു. 300 വർഷങ്ങൾക്ക് ശേഷം അത് എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഫെങ്കി അവിടെ നിന്ന് പോകുന്നു.
ഇതേ സമയം ദുവാൻഷുവിൻ്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം കൊണ്ടുപോയി അവർക്ക് മരുന്ന് വെച്ച് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും താമസിക്കാനുള്ള വീടൊക്കെ റെഡിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. ദുവാൻഷുവും അവരെയൊക്കെ സഹായിക്കുന്നുണ്ട്. പാവങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു എന്ന് അവൻ വിഷമത്തോടെ ആലോചിക്കുന്നു. സീമോനും ഭക്ഷണം കൊടുക്കാനായി ദുവാൻഷുവിൻ്റെ അസിസ്റ്റൻ്റായി നേരത്തെ ഒരു പെണ്ണിനെ കണ്ടില്ലേ, അവൾ വരുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പോഴും സീമോന് നല്ല സംശയമുണ്ടോ. സീമു ആണെങ്കിലോ അവളോട്, നിങ്ങളൊക്കെ വളരെ നല്ല ആളുകളാണ്. നിങ്ങളുടെ സേനാധിപതി ഇല്ലേ ദുവാൻഷു, അയാൾ വളരെ നല്ല ആളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുന്നു. അപ്പോൾ തന്നെയാണ് ആ ചെറിയ കുട്ടി അങ്ങോട്ട് വരുന്നത്. അവൻ്റെ പേരാണ് ചിങ്ങു. അവനെ കണ്ടതും സീമു സ്നേഹത്തോടെ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ കുട്ടി ഒരു വായ വെച്ചത് അപ്പോൾ തന്നെ തുപ്പിക്കളയും. ടേസ്റ്റില്ലാത്ത ഫുഡാണോ നിങ്ങൾ കൊടുക്കുന്നതെന്ന് സീമു ചോദിക്കുമ്പോൾ സത്യം പറയുക, നിങ്ങൾ ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്താൻ വന്ന ഒറ്റുകാരല്ലേ എന്ന് പറഞ്ഞ് ആ പെണ്ണ് സീമുവിൻ്റെ കഴുത്തിൽ വാള് വെക്കുന്നു. അപ്പോഴേക്കും ആ ചെറിയ കുട്ടി ഓടി വന്ന് സീമുവിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ തട്ടിയിടുന്നു. ഇവൻ എന്നോട് ഇത്രയൊക്കെ സ്നേഹമുണ്ടോ എന്ന് സീമു മനസ്സിൽ വിചാരിക്കുന്നു. അയ്യോ! നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളെ കണ്ട പാവങ്ങളായി തോന്നുന്നില്ലേ? വേണമെങ്കിൽ ഞങ്ങളെ കൊന്നോളൂ. അല്ലാതെ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് എന്ന് സീമു വിഷമത്തോടെ പറയുന്നു. അത് കേട്ട് ആ പെണ്ണ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ സീമുവിനാണെങ്കിൽ പിന്നെ കഴിച്ചാലും ഇല്ലെങ്കിലൊക്കെ ഒരേപോലെയല്ലേ. അവൾക്ക് ടേസ്റ്റൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അവളുടെ ഭക്ഷണം മുഴുവൻ ആ കുട്ടിക്ക് തന്നെ കൊടുക്കുന്നു. കുട്ടിയും ഇതൊക്കെ എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അതിരുന്ന് കഴിക്കുന്നു. പിറ്റേ ദിവസമാണെങ്കിലോ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ മതി എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു. അവരങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മുടെ നായകനും അവർക്ക് എതിരെ പോകുന്നുണ്ട്. സീമുവിനാണെങ്കിൽ അവനെ പെട്ടെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തു. അവർ രണ്ടുപേരും നേരെ ചെന്നത് ആ കുട്ടിയുടെ അച്ഛൻ്റെ ബോഡി കുഴിച്ചിടാനായിരുന്നു. അവിടെ ഒരുപാട് പേര് മരിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ച് കുറച്ച് സ്ഥലമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിലോ കുഴിയെടുക്കാനും തുടങ്ങി. സീമു ആണെങ്കിലോ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോഴും അവൻ അതേപോലെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ശക്തി ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കുന്നു. ഇതിപ്പോൾ എവിടെ നിന്നാ ഇങ്ങനൊരു കുഴി വന്നത് എന്ന് ആലോചിച്ച് ആ കുട്ടി അച്ഛനെ മറവ് ചെയ്യുന്നു. അതിനുശേഷം വിഷമത്തോടെ ഇരിക്കുമ്പോൾ മരിച്ചുപോയതിൽ ഇവൻ്റെ അച്ഛനല്ലേ വിഷമിക്കേണ്ടത്, പിന്നെ എന്തിനാ ഇവൻ കരയുന്നതെന്ന് സീമു വിചാരിക്കുന്നുണ്ട്. കുട്ടി കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ അതിനു മേലിൽ വെക്കുമ്പോൾ സീമു തൻ്റെ ശക്തി ഉപയോഗിച്ച് അത് ബട്ടർഫ്ലൈസ് ആക്കി മാറ്റുന്നു. അത് കണ്ട് ആ കുട്ടിക്ക് വളരെ സന്തോഷമാകുന്നു. അവിടെയുള്ള എല്ലാ കല്ലറകളിലും മുകളിലുള്ള പേപ്പറുകളെല്ലാം ബട്ടർഫ്ലൈസ് ആക്കി മാറുന്നു. അത് കണ്ട് കണ്ട് ദുവാൻഷുവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ശരീരത്തിൽ വലിയ വിലപിടിപ്പുള്ള എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഭടന്മാർ തല്ലുകൂടുന്നതും ദുവാൻഷു അങ്ങോട്ട് വരികയും ചെയ്തത്. എന്നാൽ ദുവാൻഷു മുഖമൊക്കെ മറച്ചു വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആളെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നീ ആരാടാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്ന് പറഞ്ഞ് അവർ യുദ്ധം ചെയ്യാൻ വരുന്നു. സീമു ആണെങ്കിലോ എങ്ങനെയെങ്കിലും ദുവാൻഷു ഒന്ന് യുദ്ധം ചെയ്യണേ എന്ന് പറഞ്ഞ് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. എന്നാലല്ലേ ആ വാള് ശരിക്കും അവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് അറിയുകയുള്ളൂ. എന്നാൽ ദുവാൻഷു ആണെങ്കിലോ വാളെടുക്കാതെ തന്നെ അവരെ എല്ലാം അടിച്ചിടുന്നു. അവൻ തന്നെ ആ സാധനം വാങ്ങി അവർക്ക് തിരികെ കൊടുക്കുന്നു. ദുവാൻഷു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും സീമു വേഗം അവനടുത്തേക്ക് ഓടിയെത്തി, ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദി സേനാധിപ എന്ന് പറയുന്നു. നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ, ഇന്നലെ ഒരു തവണ മാത്രമല്ലേ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഞാൻ മുഖവും മറച്ചിട്ടാണ് വന്നത്. പിന്നെ എങ്ങനെയാണ് എന്നെ മനസ്സിലായത് എന്ന് ചോദിക്കുന്നു. എന്നാൽ സീമു വേഗം തന്നെ നിങ്ങളെ എനിക്ക് ഒരുപാട് മുൻപ് അറിയാമെന്നും എനിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ടെന്നും നാണത്തോടെ പറയുന്നു. എന്നാൽ എൻ്റെ പേരെന്താണെന്ന് ദുവാൻഷു ചോദിക്കുമ്പോൾ അവൾക്ക് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സഹായിച്ചതിന് നന്ദിയല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ്റെ നേർക്ക് വരുന്നൊരു അമ്പ് കണ്ട് അയ്യോ ശ്രദ്ധിക്കൂ എന്ന് സീമു പറയുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിലുള്ള വാളെടുത്ത് ആ അമ്പിനെ തട്ടിവിടുന്നു. അത് കണ്ടപ്പോൾ തന്നെ സീമുവിന് മനസ്സിലായി ആ വാള് അവനെ മാസ്റ്ററായി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്ന്, ഞങ്ങളെ സഹായിക്കണം സേനാധിപതി, എനിക്കും എൻ്റെ അനിയനും വേറെ ആരുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ കഴിക്കാനോ കയറി താമസിക്കാനോ ഒന്നുമില്ല. ആണെങ്കിൽ മഞ്ഞും വീഴാൻ തുടങ്ങും. ഞങ്ങളെ സഹായിക്കണേ സേനാധിപതി എന്ന് അവൾ വിഷമത്തോടെ പറയുന്നു. വെയില് കണ്ടാണോ മഞ്ഞ് വരാൻ പോകുന്നതെന്ന് അവൾ പറയുന്നത് ആലോചിച്ചുകൊണ്ട് ദുവാൻഷു അവരെയും കൂടെ കൂട്ടുന്നു. ഇവനാണെങ്കിൽ ഒരു സ്പിരിച്വൽ വേര് പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ഇത്രയും ശക്തിയുള്ള ഈ വാൾ ഇവനെ തിരഞ്ഞെടുത്തത്? അപ്പോൾ തന്നെ മഞ്ഞ് പെയ്യാൻ തുടങ്ങുന്നു. ദുവാൻഷു ആണെങ്കിലോ നീ പറഞ്ഞ പോലെ തന്നെ മഞ്ഞ് പെയ്തല്ലേ എന്ന് പറഞ്ഞ് അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് സീമു അവളുടെ കയ്യിലുള്ള തുണി വെച്ച് ആ ചെറിയ കുട്ടിയുടെ തല മറയ്ക്കുന്നുണ്ട്. ഇനിയും നീ മഞ്ഞുകൊണ്ട് അസുഖം വന്നാൽ എനിക്ക് നോക്കാൻ കഴിയില്ല എന്നവൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ തലയിൽ ഒരു തൊപ്പി വരുന്നു. അത് മറ്റാരുമല്ല ദുവാൻഷു ആണ് വെച്ചത്. ഇന്നലെ നിനക്കും ബോധമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ മുന്നിൽ നടന്നു പോകുന്നു.
ഇതിനെയൊക്കെയാണോ ഈ സ്നേഹമെന്ന് പറയുന്നത്? ഏയ് ആയിരിക്കില്ല. ഇതൊക്കെ വെറുതെ സഹതാപമായിരിക്കുമെന്ന് അവൾ ഓർക്കുന്നുണ്ട്. അതിന് പനി വരാൻ ഈ മഞ്ഞും ചൂടുമൊന്നും അറിയില്ലല്ലോ. എന്തിന് നിറങ്ങൾ പോലും കാണാൻ കഴിയില്ല. ഇനി അഥവാ ആ വാളെങ്ങാനും എനിക്ക് സ്വന്തമായി ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം ദുവാൻഷുവിൻ്റെ അടുത്തേക്ക് അവൻ്റെ 2 അസിസ്റ്റൻസ് വരുന്നു. അവരാണെങ്കിലോ വലിയ മീറ്റിംഗ് പോലെ എതിരാളികളൊന്നും തിരിച്ചു പോയിട്ടില്ല. അവരിനി വരുമ്പോഴേക്കും എങ്ങനെ പ്രതിരോധിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇതേ സമയം സീമു വീണ്ടും ഫെങ്കിയെ വിളിച്ച് ദുവാൻഷുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു. അവനാണെങ്കിലോ ഇതൊക്കെ മുൻപേ നോക്കി വെച്ചിട്ടുണ്ട്. ദുവാൻഷുവിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലൊക്കെ ഭയങ്കര പഠിപ്പിലൊക്കെ പ്രമുഖരായി നിൽക്കില്ലേ, അങ്ങനെ ഒരു ഫാമിലിയാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ അവൻ ഇവിടെ വന്ന് സേനാധിപനെ പോലെ ജോലി ചെയ്യുന്നതെന്ന് സീമു ചോദിക്കുന്നു. ഒരിക്കലൊരു എക്സാം നടത്തുമ്പോൾ ദുവാൻഷുവിൻ്റെ എതിരാളിയായിരുന്ന പയ്യൻ വിജയിക്കുകയും അവന് പണിഷ്മെൻ്റ് പോലെ അവനെ ഒരു ജോലി കൊടുത്തതാണെന്നും പറയുന്നു. ഫെങ്കി അവനെക്കുറിച്ചറിഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നു. പോലും ശക്തിയില്ലാത്ത ഒരാളാണോ ഡെലിവറൻസ് വാൾ സ്വന്തമാക്കിയത്? അവനാണെങ്കിൽ ദാ ഇപ്പോൾ മരിക്കാൻ തന്നെ പോവുകയാണ്. ചുറ്റും എതിരാളികളൊക്കെ പറഞ്ഞത് സീമുവിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും അവൻ മരിക്കട്ടെ, എന്നാൽ പിന്നെ എനിക്ക് ആ വാളാണ്ട് എടുത്തിട്ട് പോയാൽ മതിയല്ലോ എന്ന് സീമു ചിന്തിക്കുന്നു. ഫെങ്കി ആണെങ്കിലോ ആ വാള എങ്ങനെയായിരിക്കും ഇപ്പോൾ മാച്ചറെ കണ്ടെത്തിയിട്ടുണ്ടാകുക? ഇനി അത് സീമുവിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ വീണ്ടും യുദ്ധം ആരംഭിച്ചിരുന്നു. ആ ചെറിയ കുട്ടിയാണെങ്കിലോ സീമുവിനെ കാണാത്തത് കൊണ്ട് തന്നെ ഒരു വിളക്കും കത്തിച്ചിട്ട് ചേച്ചി എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് അടുത്തേക്ക് ഒരു പ്രേതം വരുന്നതും കുട്ടിയാണെങ്കിലോ പ്രേതത്തെ അവിടെ കണ്ടതും പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. സീമു ആണെങ്കിലോ ഇതേ സമയം അവിടെ നടക്കുന്ന യുദ്ധമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം തന്നെ ദുവാൻഷു അവൻ്റെ വാളെടുത്തതും പെട്ടെന്ന് സീമുവിന് എന്തോ പറ്റി അവൾ താഴേക്ക് വീഴുന്നു. ആ സമയം തന്നെ അവളുടെ കയ്യിലുള്ള ലോക്കറ്റ് മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട്. അതോടുകൂടിയാണ് ഫസ്റ്റ് പാട്ട് തരുന്നത്. സീമു എങ്ങനെയാണ് വീണതെന്നും ഇനി ആ വാളെ എങ്ങനെ അവൾക്ക് കിട്ടുമെന്നൊക്കെ അറിയാനായി അടുത്ത പാട്ട് വരെ വെയിറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഇനി ഏത് ഡ്രാമ വേണമെന്നും കൂടി എല്ലാവരും കമൻറ്റ് ചെയ്യണേ.